കേരളം ഒട്ടാകെ അദ്ദേഹത്തിൻ്റെ ഒരു തലമുറയുടെ നമുക്കറിയാവുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എല്ലാവരും വന്ന് ആ ഒരു ദുഃഖമാണ് നമുക്ക് കൂടുതലുള്ളത്. പിന്നെ ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഒരു ഇത് നടന്നപ്പോൾ തീർച്ചയായിട്ടും വന്ന് അദ്ദേഹം ഒരുപാട് വർഷങ്ങളായിട്ട് അദ്ദേഹം കിടപ്പിലായിരുന്നു, ഒരുപാട് ദുരവസ്ഥയിലായിരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും സമയം ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വിടവാങ്ങലിൻ്റെ കറക്റ്റ് സമയമായിരിക്കാം ചിലപ്പോൾ. കുറിച്ച് വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയമാണ്. ഹരിത നായകൻ എന്ന് പറയുന്ന പ്രേംനസീർ സാറിൻ്റെ മകൻ എന്നുള്ള നിലയ്ക്ക് കേരളം ഒട്ടാകെ അദ്ദേഹത്തിൻ്റെ ഒരു തലമുറയുടെ നമുക്കറിയാവുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എല്ലാവരും വന്ന് ആ ഒരു ദുഃഖമാണ് നമുക്ക് കൂടുതലുള്ളത്. പിന്നെ ഇക്കയെ സംബന്ധിച്ചിടത്തോളം നസീർ സാറിൻ്റെ അതേ എന്താ പറയുക, നമ്മൾ കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും വളരെ സൗമ്യനും വളരെ ഫ്രണ്ട്ലിയുമായിട്ട് ഇടപഴകുന്ന ഒരു സീനിയർ ആക്ടർ, നമ്മളൊക്കെ കൊച്ചുനാൾ മുതലേ കണ്ടുവന്നിട്ടുള്ള ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഒരു ഇത് നടന്നപ്പോൾ തീർച്ചയായിട്ടും വന്ന് അദ്ദേഹം ഒരുപാട് വർഷങ്ങളായിട്ട് അദ്ദേഹം കിടപ്പിലായിരുന്നു, ഒരുപാട് ദുരവസ്ഥയിലായിരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും സമയം ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വിടവാങ്ങലിൻ്റെ കറക്റ്റ് സമയമായിരിക്കാം ചിലപ്പോൾ. താങ്ക് യു. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, എൻ്റെ സിനിമാ ജീവിതം തുടങ്ങുന്നത് പ്രേംനസീർ സാറിൻ്റെ കൂടെയാണ്. ഗുരുദേവ് എന്ന ചിത്രം. നസീർ സാറിൻ്റെ എനിക്ക് അഭിനയിക്കാൻ പറ്റിയതൊരു ഭാഗ്യമാണ്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മകനെ എനിക്ക് തോന്നുന്നു ഒരു 3 വർഷത്തിന് മുമ്പ് എനിക്കൊരു കല്യാണ ഫംഗ്ഷൻ വെച്ച് ഞാൻ കണ്ടത്. വളരെയധികം സംസാരിച്ചു, വളരെയധികം നല്ലൊരു വ്യക്തിയാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു വ്യക്തിക്ക് ഒരു മരണം അനിവാര്യമാണ്. ഇങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ട് മരിച്ച് ഇറങ്ങിക്കടിഞ്ഞാലും കൂടി വളരെയധികം യാതന അനുഭവിച്ചു എന്ന് അറിയാൻ സാധിച്ചു. അതിൽ ഞാൻ ദുഃഖത്തിൽ പങ്കുചേരുന്നു, കുടുംബാംഗങ്ങളോട് ഞാൻ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഒരു കലാകാരൻ നൽകി എൻ്റെ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുന്നു.